മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വിമർശനം ശക്തം. ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും അധിക ബാധ്യത ഏറ്റെടുക്കുന്ന ഇടത് സർക്കാർ നീക്കത്തിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരത്തെ ഒപ്പം നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനങ്ങളുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്തേ, പച്ചയായ പ്രീണനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇതിനെ. കാരണം കാന്തപുരത്തെ കൂടെ നിർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. മലബാറിലടക്കമുള്ള ആ വോട്ട് ബാങ്ക് പെട്ടിയിലാകുമെന്നൊരു പ്രത്യാശയുണ്ട്. പക്ഷെ അതൊക്കെ നടക്കുമോ എന്ന് കണ്ടറിയണം. എന്തായാലും ഖജനാവ് കാലിയാകുമ്പോഴും ഈ വോട്ട് പിടിക്കാനായി CPM ഈ തിടുക്കപ്പെട്ട ഈ കാലിയായ പാത്രത്തിൽ നിന്നും കൈയിട്ട് വാരി ചിലവഴിക്കുകയാണ്. എങ്ങനെ ഇതിനെ നോക്കിക്കാണാം? അശ്വതി, കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന യുനാനി മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ എയ്ഡഡ് പദവി നൽകുവാനുള്ളൊരു തീരുമാനം സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിൽ ഈ പദവി നൽകിക്കൊണ്ട് AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗത്തെ സന്തോഷിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ ഒപ്പം നിർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആണ് മന്ത്രിസഭാ യോഗം നടന്നത്. ആ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ കോളേജിന്, മെഡിക്കൽ കോളേജിന്, യുനാനി മെഡിക്കൽ കോളേജിന് ഇത്തരത്തിൽ എയ്ഡഡ് പദവി നൽകുവാനുള്ള തീരുമാനമുണ്ടായത്. അതായത് എയ്ഡഡ് പദവി നൽകുന്നതോടെ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ കോളേജിൻ്റെ ബാധ്യത മുഴുവനും, അതായത് അധ്യാപകർക്ക് ശമ്പളം നൽകുക, മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അത് സർക്കാരിൻ്റെ ബാധ്യതയായിട്ട് മാറും. നമുക്കറിയാം, പലപ്പോഴും ഇപ്പോൾ ഈ അതായത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നാണ് സർക്കാർ നിരന്തരം അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു തുക അധിക ബാധ്യത സർക്കാർ സൃഷ്ടിക്കുമെന്ന കാര്യം ആണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സുന്നി വിഭാഗം, AP അബൂബക്കർ മുസ്ലിയാരുടെ സുന്നി വിഭാഗത്തിന് ഇത്തരത്തിൽ ഒപ്പം നിർത്തുക, തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അശ്വതി. ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും കാന്തപുരം പ്രീണനം അത് മലബാറിലെ ആ വോട്ട് ബാങ്ക് പെട്ടിയിലാക്കാനുള്ള പിണറായി വിജയന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഖജനാവ് കാലിയാകുമ്പോഴും മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാനുള്ള തിരക്കിട്ട നീക്കത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.